രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യരൂപേഷുരവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുവാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം സർഗം 2 വിഭീഷണ നിഷ്ക്രമണം. ശ്രീമഹാദേവ ഉവാച ലങ്കായാം രാവണോ ദൃഷ്ട്വാ കൃതം കർമ്മം ഹനൂമതാ ദുഷ്കരം ദൈവതൈർവാപി ഹ്രിയാ കിഞ്ചിദവാങ്മുഖഃ ആഹൂയ മന്ത്രിണഃ സർവാൻ ഇദം വചനമബ്രവീത് ഹനുമതാ കൃതം കർമ്മ ഭവദ്ഭിർദിഷ്ടമേവ തത്. ദേവതകൾക്ക് പോലും ദുഷ്കരമായ കർമ്മം ഹനുമാൻ ലങ്കയിൽ ചെയ്തത് കണ്ട് രാവണൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മാരുതി കാട്ടിയ പ്രവൃത്തി ഭവാന്മാർ കണ്ടുവല്ലോ. പ്രവിശ്യാലങ്കാം ദുർദർശാം ദൃഷ്ട്വാ സീതാം ദുരാസതാം ഹത്വാച രാക്ഷസാൻ വീരാനക്ഷം മന്ദോദരീസുതം ദഗ്ധ്വാ ലങ്കാവശേഷേണ ലംഘയിത്വാച സാഗരം യുഷ്മാൻ സർവാനതിക്രമ്യ സ്വസ്തോഗാത് പുനരേവസ. കടക്കാൻ പറ്റാത്ത ലങ്കയിൽ കടന്ന് അവൻ ദുരാവയായ സീതയെ ദർശിച്ച് വീരന്മാരായ രാക്ഷസരെയും മന്ദോദരീതനയനായ അക്ഷകുമാരനെയും സംഹരിച്ച് ലങ്ക അശേഷം ചുട്ടരിക്കുകയും നിങ്ങളെയെല്ലാം മറികടന്ന് അലകടൽ താണ്ടി അല്ലലന്യെ തിരികെ പോവുകയും ചെയ്തു. കിം കർത്തവ്യമിതോസ്മാഭിർ യോയം മന്ത്രവിശാരദാഃ മന്ത്രയധ്വം പ്രയജ്ഞേന യത്കൃതം മേ ഹിതം ഭവേത്. നിങ്ങൾ നയവിശാരദരാണ്. നാം ഇനി എന്തു ചെയ്യണം, എന്തു ചെയ്താൽ നമുക്ക് ഹിതമാകും? ഗാഠമായി ആലോചിക്കുവിൻ. രാവണസ്യ വജശ്രുത്വാ രാക്ഷസാസ്തമദാഭ്രുവൻ ദേവശങ്കാകുതോ രാമ തവ ലോകജിതോരണേ ഇന്ദ്രസ്തു ബദ്ധ്വാ നിക്ഷിപ്തപുത്രേണ തവ പത്തനേ ജിത്വാ കുബേരമാനീയ പുഷ്പകം ഭുജ്യതേ ത്വയാ യമോജിതക്കാലദണ്ഡാത് ഭയം നാഭൂത്തവ പ്രഭോ വാരുണോ ഹും കൃതേനൈവ ജിതഃ സർവേ വിരാക്ഷസാഃ മയോ മഹാസുരോ ഭീത്യാ കന്യാം ദത്വാ സ്വയം തവ തദ്വശേ വർത്തതേദ്യാപി കിമുദാന്യേ മഹാസുരാഃ. രാവണന്റെ വാക്കുകൾ കേട്ട് രാക്ഷസർ അവനോട് പറഞ്ഞു, അല്ലയോ ദേവ, പോരിൽ ഉലകം വെന്ന അങ്ങയ്ക്ക് രാമനിൽ നിന്ന് എന്താണ് ആശങ്ക? അവിടുത്തെ പുത്രൻ ഇന്ദ്രനെ ബന്ധിച്ച് സ്വന്തം പുരത്തിലടച്ചിട്ട് കുബേരനെ കീഴടക്കി പുഷ്പകം കൊണ്ടുവന്ന് അത് അങ്ങ് ഉപയോഗിച്ചു വരുന്നു. അല്ലയോ പ്രഭോ, കാലനും പരാജിതനായി കാലദണ്ഡത്തിൽ നിന്ന് അങ്ങയ്ക്ക് ഭീതിയുണ്ടായില്ല. ഹുങ്കാരം കൊണ്ട് തന്നെ വരുണനെ അടിമപ്പെടുത്തി സകല രാക്ഷസരെയും വെന്നു. പേടിച്ച് പുത്രിയെ അങ്ങയ്ക്ക് തന്നിട്ട് സ്വയം ഇന്നും അവിടുത്തെ വശകനായി കഴിയുകയാണ് മഹാസുരനായ മയൻ. മറ്റ് പെരും രാക്ഷസൻ പിന്നെന്ത്? ഹനുമദ്ദർശനം യത്തു തദവജ്ഞാകൃതം ജന
വാനരോയം കിമസ്മാകം അസ്മിൻ പൗരുഷദർശനെ ഇത്യുപേക്ഷിതമസ്മാവിർദർശനം തേന കിം ഭവേത് വയം പ്രമത്താ കിം തേന വഞ്ചിതാസ്മോ ഹനുമത ജാനീമോ യദിദം സർവേ കഥം ജീവൻ ഗമിഷ്യതി ആജ്ഞാവേ ജഗത്കൃഷ്ണം അവാനരം അമാനുഷം. ഹനുമാൻ ചെയ്ത അക്കെടുതിയാകട്ടെ നമ്മുടെ ഉപേക്ഷ കൊണ്ട് ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് തോന്നി ഇവൻ ഒരു കുരങ്ങ്, ഇവനോട് പൗരുഷം കാട്ടുന്നത് കൊണ്ട് നമുക്കെന്ത് നേട്ടം? ഇങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവനെ വിട്ടുകളഞ്ഞു. അല്ലാത്ത പക്ഷം അവന് നമ്മോട് കെടുമതി കാട്ടാൻ പറ്റുമോ? നമുക്ക് തെറ്റുപറ്റി, ഹനുമാൻ നമ്മെ ചതിച്ചു. പക്ഷേ അതുകൊണ്ടെന്ത്? ജാനീമോ യദിദം സർവേ കഥം ജീവൻ ഗമിഷ്യതി ആജ്ഞാപയ ജഗത്കൃഷ്ണം അവാനരം അമാനുഷം. കൃത്വാ യാസ്യാമഹേ സർവേ പ്രത്യേകം വാ നിയോജയ കുംഭകർണസ്തദാ പ്രാഹ രാവണം രാക്ഷസേശ്വരം. അവനെ നാം ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ അവൻ ജീവനോടെ പോയി പറ്റും? അനുമതിയേകിയാൽ മനിടം മുഴുവൻ മാനവശൂന്യമാക്കി പോന്നോളാം ഞങ്ങളെല്ലാം, അല്ലെങ്കിൽ ഓരോരുത്തരെ നിയോഗിച്ചാട്ടെ. ആ സമയത്ത് കുംഭകർണൻ രാക്ഷസാധിപനായ രാവണന് മുന്നറിയിപ്പ് നൽകി. ആരബ്ധം യത്വയാ കർമ്മ സ്വാത്മനാശായ കേവലം ന ദൃഷ്ടോസി തഥാ ഭാഗ്യാത്വം രാമേണ മഹാത്മന യദി പശ്യതി രാമസ്ത്വാം ജീവന്നായാസി രാവണ. രാമോ ന മാനുഷോ ദേവ സാക്ഷാത് നാരായണോ അവ്യയ. സീതാ ഭഗവതി ലക്ഷ്മീ രാമപത്നി യശസ്വിനി രാക്ഷസാനാം വിനാശായ ത്വയാണീതാ സുമധ്യമ. വിഷപിണ്ഡമിവാഗീര്യ മഹാമീനോ യഥാ തഥാ ആനീതാ ജാനകീ പശ്ചാത് ത്വയാ കിം വാ ഭവിഷ്യതി. യദ്യപ്യനുചിതം കർമ്മ ത്വയാ കൃതമജാനത സർവം സമം കരിഷ്യാമി സ്വസ്ഥചിത്തോ ഭവ പ്രഭോ. നീ തുടങ്ങിവെച്ച ഈ കർമ്മം കേവലം സ്വന്തം നാശത്തിൽ കലാശിക്കും. ഭാഗ്യത്തിന് അന്നേരം മഹാത്മാവായ രാമൻ നിന്നെ കാണുകയുണ്ടായില്ല. രാമൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ അല്ലയോ രാവണ, ജീവനോട് നീ പോരുമായിരുന്നില്ല. രാമൻ വെറും മനുഷ്യനല്ല, അവ്യയനായ സാക്ഷാൽ നാരായണനാണ്. രാമപത്നിയും യശസ്വിയുമായ സീത ലക്ഷ്മീ ഭഗവതിയുമാണ്. രാക്ഷസരുടെ നാശത്തിനാണ് നീ ആ സുന്ദരിയെ കൊണ്ടുപോകുന്നത്. മഹാമത്സ്യം വിഷവിണ്ടം വിഴുങ്ങിയതുപോലെയാണ് നിന്നാൽ ജാനകിയെ ആനയിക്കപ്പെട്ടത്. ഇനി എന്താണാവോ ഭവിക്കുക? അല്ലയോ പ്രഭോ, അജ്ഞത മൂലം അങ്ങ് അനുചിത കർമ്മമാണ് ചെയ്തതെങ്കിലും എല്ലാം ഞാൻ നേരെയാക്കാം, സ്വസ്ഥചിത്തനായിരുന്നാലും. കുംഭവർണവജശ്രുത്വാ വാക്യം ഇന്ദ്രജിതബ്രവീത് ദേഹി ദേവമമാനുജ്ഞാം ഹത്വാ രാമം സലക്ഷ്മണം സുഗ്രീവം വാനരാം ചൈവ പുനർയാസ്യാമിതേ അന്തികം. കുംഭകർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവ പിതാവേ, എനിക്ക് അനുജ്ഞ നൽകിയാലും ലക്ഷ്മണനോടൊപ്പം രാമനെയും സുഗ്രീവനെയും വാനരന്മാരെയും എല്ലാം വകവരുത്തിയതിനു ശേഷം ഞാൻ അവിടുത്തെ അരികിലെത്തിക്കൊള്ളാം. തത്രാഗതോ ഭാഗവത പ്രധാനോ വിഭീഷണോ ബുദ്ധിമതാം വരിഷ്ഠ ശ്രീരാമപാദദ്വയേ കഥാന പ്രണമ്യ ദേവാരിം ഉപോപവിഷ്ടഃ. വിലോക്യുകുംഭശ്രവണാദിദൈത്യാന്മത്ത പ്രമത്താനതിവിസ്മയേന വിലോക്യ കാമാതുരമപ്രമത്തോ ദശാനനം പ്രാഹ വിശുദ്ധബുദ്ധി. ന കുംഭകർണേന്ദ്രജിതൗജരാജ്യം തഥാ മഹാപാർശ്വമഹോദരൗ തൗ നികുംഭകുംഭൗ ജദധാധികായ സ്ഥാതും ന ശക്തായുധിരാഘവസ്യ. സീതാപിതാനേന മഹാഗ്രഹേണ ഗ്രസ്തോസി രാജൻ ന ജദേവി മോക്ഷ താമേവ സത്കൃത്യ മഹാദനേന ദത്വാഭിരാമായ സുഖീഭവത്വം. അപ്പോൾ അവിടെ എത്തിയ ഭഗവത് ഭക്തരിൽ പ്രധാനിയും ബുദ്ധിമാന്മാരിൽ ഉത്തമനും ശ്രീരാമന്റെ കഴലിണകളിൽ ഏകാഗ്ര മനസ്സനുമായ ഭീഷണൻ ദേവാരിയെ വണങ്ങി അരികിലിരുന്നു. പ്രമാദം പറ്റാത്ത വിശുദ്ധ ബുദ്ധിയായ ഭീഷണൻ തികഞ്ഞ വിസ്മയത്തോടെ മതമത്തരായ കുംഭകർണാദി ദാനവരെ സൂക്ഷിച്ചു നോക്കിയിട്ട് കാമാതുരനായ ദശമുഖനെയും അവലോകനം ചെയ്ത് അറിയിച്ചു: അല്ലയോ രാജാവേ,
കുംഭകർണൻ, ഇന്ദ്രജിത്ത്, അതുപോലെ ആ മഹാപാർശ്വ മഹോദരന്മാർ, നികുംഭകുംഭന്മാർ, അതുപോലെ അതികായൻ, ഇവരാരും പോരിൽ രാമന് നേരെ നിൽക്കാൻ ശക്തരല്ല. അല്ലയോ മന്നവ, സീതയെന്നു പേരായ മഹാഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങേക്ക് അതിൽ നിന്ന് മോചനമില്ല. ധാരാളം ധനത്തോടൊപ്പം തന്നെ ബഹുമാനപൂർവം അവളെ രാമന് സമർപ്പിച്ച് അങ്ങ് സുഖമായി വാഴുക. യാവണ്ണരാമസ്യ ശിതാശിലീമുഖാലങ്കാമഭിവ്യാപ്യ ശിരാംസി രാക്ഷസാം ഛിന്ദന്തി താവദ് രഘുനായകസ്യ ഭോ താം ജാനകീം ത്വം പ്രതിദാതുമർഹസി. അല്ലയോ രാവണ, രാമന്റെ കൂരമ്പുകൾ ലങ്കയിൽ മറ്റും വ്യാപിച്ച് ദാനവരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തുന്നതിനു മുമ്പേ ആ ജാനകി അങ്ങ് രഘുകുലനാഥന് തിരികെ നൽകുമാറാകണം. യാവന്നഗാഭാഗപയോ മഹാബലാഹരീന്ദ്രതുല്യ നഗദംശയോധിന ലങ്കാം സമാക്രമ്യ വിനാശയന്തി തേ താവദ്രുതം ദേഹി രഘൂത്തമായതാം. ശൈലതുല്യരും കേസരികളോട് കിടപിടിക്കുന്നവരും പ്രബലരും നഖവും തേറ്റയും കൊണ്ട് പൊരുതുന്നവരുമായ ആ കവികൾ ലങ്കയെ കടന്നാക്രമിച്ച് തകർക്കുന്നതിനു മുമ്പേ പെട്ടെന്ന് അവളെ രഘുവരന് നൽകിയേക്കുക. ജീവന്നരാമേണ വിമോക്ഷസേ ത്വം ഗുപ്ത സുരേന്ദ്രൈരവിശങ്കരേണ ന ദേവരാജാംഗഗതോ ന മൃത്യോ പാതാളലോകാന വിസംപ്രവിഷ്ട. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇന്ദ്രനാലും ശങ്കരനാലും ഒളിപ്പിക്കപ്പെട്ടാലും രാമനങ്ങേ ജീവനോട് വിടുകയില്ല. ദേവരാജന്റെ മടിയിലിരുന്നാലും യമന്റെ മടിയിലിരുന്നാലും വിടുകയില്ല. പാതാള ലോകങ്ങളിൽ പോയി ഒളിച്ചാലും രക്ഷയില്ല. ശുഭം ഹിതം പവിത്രം ച വിഭീഷണവജഘല പ്രതിജഗ്രാഹ നൈവാസൗ മ്രിയമാണ ഇവൗഷധം കാലേന നോഹിതോ ദൈത്യോ ഭീഷണമദാബ്രവീത് മദ്ദത്തഭോഗൈ പുഷ്ടാംഗോ മത്സമീപേ വസന്നപി പ്രദീപമാചരത്യേഷ മമൈവ ഹിതകാരിണ മിത്രഭാവേന ശത്രുമേ ജാതോ ന അസ്ത്യത്ര സംശയഃ. ശുഭവും ഹിതവും പാവനവുമായ വിഭീഷണവചനം ആ ദുഷ്ടൻ മരണാസന്നൻ മരുന്നെന്ന പോലെ സ്വീകരിച്ചതേയില്ല. കാലപ്രേരിതനായ ദൈത്യൻ രാവണൻ പിന്നെ വിഭീഷണനോട് ആക്രോശിച്ചു. ഞാൻ നൽകിയ വക തിന്നു വളർന്ന ഇവൻ എന്നോടൊത്ത് പാർത്തു പോന്നിട്ടും ഹിതകാരിയായി എനിക്ക് തന്നെ എതിര് പ്രവർത്തിക്കുകയാണ്. മിത്രഭാവേന എന്റെ ശത്രുവായി പിറന്നവൻ, ഇതിൽ സംശയമില്ല. അനാര്യേണ കൃതഘ്നേന സംഗതിർമേന യുജ്യതേ വിനാശമഭികാംക്ഷന്തി ജ്ഞാതീനാം ജ്ഞാതയഃ സദാ യേ അന്യസ്ത്വേ വിധം ബ്രൂയാദ് വാക്യമേകം നിശാചര ഹന്മി തസ്മിൻ ക്ഷണേ ഏകദിക്വാം രക്ഷകുലാധമം. അനാര്യനായി ഈ നന്ദികെട്ടവനോടുള്ള സഹവാസം എനിക്ക് പറ്റിയതല്ല. ബന്ധുക്കൾ എന്നും ബന്ധുക്കളുടെ നാശം കാക്ഷിക്കുന്നവരാണല്ലോ. മറ്റേതെങ്കിലും നിശാചരൻ ഇത്തരത്തിൽ ഒരു വാക്ക് എങ്കിലും ഉരിയാടിയാൽ ആ ക്ഷണത്തിൽ തന്നെ അവനെ ഞാൻ കാലന്നൂർക്ക് അയച്ചേനെ. ഞാൻ രാക്ഷസകുലാധമ, നിന്നെ ധിക്കരിക്കുന്നു. രാവണേനൈവ മുക്തസ്സൻ പരുഷംസ വിഭീഷണ ഉത്പപാദ സഭാമദ്യാത് ഗദാപാണിർ മഹാബലഃ. രാവണൻ ഇപ്രകാരം പരുഷമായി സംസാരിച്ചപ്പോൾ മഹാബലവാനായ വിഭീഷണൻ ഗദയും കയ്യിലേന്തി സഭാമധ്യത്തിൽ നിന്ന് കുതിച്ച് ഉയർന്നു. ചതുർഭിർമന്ത്രിഭിസ്സാർദ്ധം ഗഗനസ്ഥോ അബ്രവീദ്വജ ക്രോധേന മഹാത്താവിഷ്ടോ രാവണം ദശകന്തരം മാ വിനാശോ വൈഹിത്വം പ്രിയവാദിനമേവ മാം ധിക്കരോഷി തഥാവിത്വം ജ്യേഷ്ഠോ ഭ്രാതാപിതുസ്സമ കാലോ രാഘവരൂപേണ ജാതോ ദശരഥാലയേ. 4 മന്ത്രിമാരോടുകൂടി ഉയരത്തിൽ നിന്നുകൊണ്ട് കടുത്ത കോപത്തോടുകൂടി 10 കഴുത്തുള്ള രാവണനോട് വിഭീഷണൻ പറഞ്ഞു, നീ വിനാശമടയാതിരിക്കുക. പ്രിയം മാത്രമോതുന്ന എന്നെ നീ ധിക്കരിക്കുകയാണല്ലോ, കഷ്ടം. എന്നാലും നീ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, പിതൃതുല്യനാണ്. ആകയാൽ വീണ്ടും അറിയിക്കട്ടെ, നിന്റെ കാലനാണ് രാമരൂപത്തിൽ ദശരഥാലയത്തിൽ പിറന്നിരിക്കുന്നത്. കാലി സീതാപിതാനേന ജാതാ ജാനകനന്ദിനി താ ഉഭാഗതാവത്ര ഭൂമേർ ഭാരാപനുത്തയേ.
കാലിയാകട്ടെ സംഹാരശക്തി സീത എന്ന പേരിൽ ജനകപുത്രിയായി ജനിച്ചിരിക്കുന്നു. അവരിരുവരും ഭൂഭാരം പോക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. തേനൈവ പ്രേരിതസ്ത്വം തു ന ശൃണോഷി ഹിതം മമ ശ്രീരാമ പ്രകൃതി സാക്ഷാത് പരസ്താൽ സർവദാ സ്ഥിത. തൽപ്രേരണയാൽ തന്നെയാണ് എൻ്റെ ഹിതോപദേശം നീ കേൾക്കാത്തത്. ശ്രീരാമൻ സദാ സാക്ഷാത്തായ പ്രകൃതിക്കപ്പുറം നിലകൊണ്ടിരിക്കുന്നു. ബഹിരന്തച്ച ഭൂതാനാം സമ സർവത്ര സംസ്ഥിത നാമരൂപാദിഭേദേന തത്തന്മയ ഇവാ അമല. ഉണ്ടായതിൻ്റെ എല്ലാം പുറത്തും അകത്തും എങ്ങും ഒരുപോലെ നിലകൊള്ളുവാൻ ആ അമലൻ നാമരൂപാദിഭേദത്താൽ അതാതിൽ ചേർന്ന് വിലസുകയാണ്. യഥാ നാനാ പ്രകാരേഷു വൃക്ഷോഷേകോ മഹാനല തത്തദാകൃതിഭേദേന ഭിദ്യതേ അജ്ഞാനചക്ഷുഷാം പഞ്ചകോശാദിഭേദേന തന്മയൈവാഭവൗ നീലപീതാദിയോഗേന നിർമ്മല സ്ഫടികോ യഥാ. ഒരേ മഹാ അഗ്നി പലതരത്തിലുള്ള മരങ്ങളിൽ അതാതിൻ്റെ ആകൃതിഭേദത്താൽ എവിധമാണോ അജ്ഞരുടെ വഴികൾക്ക് പലതായിത്തീരുന്നത്, നീല മഞ്ഞ മുതലായി നിറം കലരുമ്പോൾ നിർമ്മല സ്ഫടികം എങ്ങനെയാണോ താദൃശമായി തോന്നുന്നത്, അതുപോലെ പഞ്ചകോശങ്ങളുടെ ഭേദാനുസരണം ആത്മാവും അവയ്ക്കനുഗുണമായി പലതെന്ന പോലെ ഭാസിക്കുന്നു. സയേവ നിത്യമുക്തോപി സ്മായാഗുണബിംബിത കാലപ്രധാനം പുരുഷോ വ്യക്തം ചേത് ചതുർവിധ പ്രധാന പുരുഷാഭ്യാം സ ജഗത് കൃഷ്ണം സൃജത്യജ കാലരൂപേണ കലനം ജഗത കുരുതേ അവ്യയ. കാലരൂപി സ ഭഗവാൻ രാമരൂപേണ മായയ ബ്രഹ്മണ പ്രാർത്ഥിതോ ദേവസ്തദ്വർദ്ധാമിഹാഗത തദന്യഥാ കഥം കുര്യാത് സത്യസങ്കൽപ്പ ഈശ്വരഃ. നിത്യമുക്തനെങ്കിലും സ്വമായയുടെ ഗുണങ്ങളിൽ പ്രതിബിംബിതനായി ആ പരമപുരുഷൻ തന്നെ കാലം, പ്രധാനം, പുരുഷൻ, അവ്യക്തം എന്ന് നാലായി അറിയപ്പെടുന്നു. ആ ജന്മാദിയില്ലാത്ത അവ്യയൻ പ്രകൃതിപുരുഷന്മാരിലൂടെ ലോകമെല്ലാം രചിക്കുന്നു. കാലരൂപനായി ജഗത്തെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു. ആ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും പ്രാർത്ഥനപ്രകാരം മായയാൽ രാമരൂപം പൂണ്ട് നിന്നെ വധിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈശ്വരൻ സത്യസങ്കല്പനാണല്ലോ, അത് എങ്ങനെ മറിച്ചാക്കാനാകും? ഹനിഷ്യതിതാം രാമസ്തു സപുത്രബലവാഹനം ഹന്യമാനം ന ശക്തോപി ദ്രഷ്ടും രാമേണ രാവണ ത്വം രാക്ഷസകുലം കൃഷ്ണം തതോ ഗച്ഛാമി രാഘവം മയ്യാദേ സുഖീഭൂത്വാ രാമസ്വഭവനേ ചിരം. പുത്ര, സേനാ വാഹനസഹിതം രാമൻ നിന്നെ കൊല്ലും. രാവണ, സകല രാക്ഷസകുലവും നീയും രാമനാൽ വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിവില്ലാത്തതിനാൽ ഞാൻ രാമസവിധത്തിലേക്ക് പോവുകയാണ്. ഞാൻ പോയതിനു ശേഷം ഉല്ലാസത്തോടുകൂടി നീ അരമനയിൽ നീണാൾ രമിക്കുക. വിഭീഷണോ രാവണവാക്യദക്ഷണാദ് വിസൃജ്യ സർവം സപരിച്ഛദം ഗൃഹം ജഗാമ രാമസ്യ പതാരവിന്ദയോ സേവാഭികാംക്ഷീ പരിപൂർണമാനസഃ. രാവണന്റെ പരുഷവചനങ്ങളുടെ ഫലമായി വിഭീഷണൻ തൽക്ഷണം പരിവാരസമേതം ഭവനമെല്ലാം വിടുകയും പൂർണ്ണകാമനായി ശ്രീരാമചന്ദ്രന്റെ പാദാബ്ജം സേവിക്കുവാൻ ആകാംക്ഷയോടെ പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ദ്വിതീയ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.